എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയിലൊരു മട്ടൻ പായക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്, എങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ 4 ആട്ടിൻകാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അവരിതുപോലെ കട്ട് ചെയ്ത് നമുക്ക് തരുന്നതാണ്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് നല്ലതുപോലെ ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കി വേണം ക്ലീൻ ചെയ്യാൻ. കാരണം ഇതിൻ്റെ മാംസത്തിൻ്റെ ഇടയിലൊക്കെ ചെറിയ മുടിയൊക്കെ ഒട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇത് വേവുന്നതിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല തിളപ്പിച്ച വെള്ളമില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിത് വേവുന്നതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിലിട്ട് ഒരു 7-8 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാലകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സവാള നീളത്തിലരിഞ്ഞതും ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞതും 10-15 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലകളാണ്. അപ്പോൾ ഗരം മസാലയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തക്കോലം, ഏലക്ക, പട്ട, ഗ്രാമ്പു, നല്ല ജീരകം, കുരുമുളക് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റോളം സമയം നമ്മളിത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചു മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ആട്ടിൻകാലൊക്കെ വെന്തോ നോക്കാം. അപ്പം കുക്കർ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിൻ്റെ അടുപ്പ് തുറക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആട്ടിൻകാലൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മസാലകളൊക്കെ ഒന്നും കൂടി തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഈ മസാല ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ 1 മിനിറ്റോളം സമയം നമുക്ക് ഈ ചെറുതീയിലിട്ട് ഈ മസാല നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പെല്ലാം നല്ലതുപോലെ തയ്യാറായി വരുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ആട്ടിൻകാല് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഓൾറെഡി നമ്മുടെ പായെല്ലാം വെന്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഒരു 10 മിനിറ്റ് നമുക്ക് ചെറുതീയിലിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ ആട്ടിൻകാലൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയോ അല്ലെങ്കിൽ ഒരു പിടി കസൂരി മേത്തിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കസൂരി മേത്തിയാണ് ഒരു പിടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിയെല്ലാം ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ആട്ടിൻകാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ രീതിക്കാണ് ഞാനിവിടെ ആട്ടിൻകാല് തയ്യാറാക്കിയിരിക്കുന്നത്.